ബിഗ് ബോസ് നമ്മൾ സീസൺ 8ന്റെ അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ എവിക്ഷൻ തന്നെയാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരാഴ്ചയിലെ ഒരു എവിക്ഷന്റെ അപ്ഡേറ്റ് ഞാൻ തന്നു കഴിഞ്ഞു. അൻഷിത പുറത്തായി എന്ന്, അതുപോലെ തന്നെ ജെഫ്രിയും പുറത്തായിരിക്കുകയാണ് ഈ ഒരു 12ാമത്തെ ആഴ്ച ബിഗ് ബോസ് തമിഴ് സീസൺ 8ൽ നിന്നും. അപ്പം ജെഫ്രിയുടെ എവിക്ഷൻ സാറ്റർഡേ എപ്പിസോഡിലും, അതായത് ഇന്നത്തെ എപ്പിസോഡിലും, അതുപോലെ തന്നെ അൻഷിതയുടെ എവിക്ഷൻ സൺഡേ എപ്പിസോഡിലുമാണ് കാണിക്കുന്നതെന്നാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു റിപ്പോർട്ട്. ഇതിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഞാൻ ആദ്യ വീഡിയോയിൽ അൻഷിതയുടെ എവിക്ഷൻ പറഞ്ഞ സമയത്ത് സാറ്റർഡേ എപ്പിസോഡിലായിരിക്കും അൻഷിതയുടെ എവിക്ഷൻ കാണിക്കുന്നതെന്നാണ് സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ ചെറിയൊരു കറക്ഷൻ അതിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതിലിനി മാറ്റം ഉണ്ടാകുമോ എന്നതിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. എന്തായാലും എവിക്റ്റ് ആകാൻ പോകുന്ന ഈ ഒരു 2 കണ്ടസ്റ്റൻസ് തന്നെയാണ്. അപ്പം ജെഫ്രിയുടെ എവിക്ഷൻ ആദ്യം നടത്തിയാലല്ലേ അൻഷിത ജെഫ്രി അവർ തമ്മിലുള്ള ആ ഒരു എന്താ പറയുന്ന അവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ കുറച്ച് സെന്റിമെന്റൽ ആയുള്ള കാര്യങ്ങളും അപ്രോച്ചുകളും ഒക്കെ നടക്കും. കുറച്ച് കരച്ചിലും പിഴിച്ചിലും ഒക്കെ കാണിക്കാൻ നമ്മുടെ വിജയ് TV ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബിഗ് ബോസ് ടീമും താല്പര്യപ്പെടുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ കാരണം കണ്ടസ്റ്റൻസിനെ മാക്സിമം പിഴിഞ്ഞെടുത്താലല്ലേ മാക്സിമം TRP കൂട്ടാൻ സാധിക്കത്തുള്ളൂ. കുറച്ച് സെന്റിമെന്റൽ ഡ്രാമ നടത്തിയാലേ അതിന് അവർക്കും കുറച്ച് മെച്ചമുള്ളൂ. അതുകൊണ്ട് തന്നെ ജെഫ്രിയുടെ എവിക്ഷൻ ആയിരിക്കണം ആദ്യം നടത്താൻ പോകുന്നത്. എന്തായാലും ആരുടെ എവിക്ഷൻ നടത്തിയാലും 12ാമത്തെ ആഴ്ച ബിഗ് ബോസ് തമിഴ് സീസൺ 8ൽ നിന്ന് ജെഫ്രിയും അതുപോലെ തന്നെ അൻഷിതയും പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ചെറിയ രീതിയിലെങ്കിലും അൻഷിതയുടെ എവിക്ഷൻ മാത്രം ഒരു കുറച്ചെങ്കിലും രീതിയിൽ അൺഫെയർ ആണെന്ന് തോന്നി. ജെഫ്രി എന്ന് പറയുമ്പോൾ ഒരു സീസൺ 8ൽ അത്രയ്ക്കും മികച്ചൊരു കണ്ടസ്റ്റന്റ്, ടാസ്കുകളിലൊക്കെ മികച്ചതെന്ന് പറയാനല്ലാതെ ഒരു മെച്യൂർ ആവുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജെഫ്രിയുടെ പറയാൻ സാധിക്കത്തില്ല ഒരു അൺഫെയർ എന്ന്. എന്നാൽ പോലും ജെഫ്രിയെക്കാളും മോശമായിട്ടുള്ള കണ്ടസ്റ്റൻസ് 1-2 പേര് അവിടെ ഉണ്ട്. അപ്പം അവരെയൊക്കെ നിലനിർത്തിയിട്ട് ജെഫ്രിനെ പുറത്താക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയുന്ന വിജയ് TV അതുപോലെ തന്നെ ബിഗ് ബോസ് ടീമിന് താല്പര്യമുള്ളവരെയും കൂടുതലും വിജയ് TVക്ക് ഡൊമിനേറ്റ് ആയിട്ട് നിൽക്കുന്നവരെയും അവർക്ക് കൂടുതൽ താല്പര്യമുള്ള കുറെ കണ്ടസ്റ്റൻസിനെയാണ് അവരും നിലനിർത്താൻ താല്പര്യപ്പെടുന്നത്. ബാക്കിയുള്ളവരെ എങ്ങനെയെങ്കിലും ഒക്കെ നെഗറ്റീവ് അടിപ്പിച്ചും ഒക്കെ വോട്ട് കുറച്ച് പയ്യെ പുറത്താക്കുന്ന ഒരു സംഭവമാണ് കണ്ടുവരുന്നത് ഇപ്പോൾ. എന്തായാലും നടക്കട്ടെ. ഈ ഒരാഴ്ചത്തെ എവിക്ഷനോട് കൂടി ഈ ഒരാഴ്ച 12ാമത്തെ ആഴ്ചയും കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിജയ് സേതുപതിക്ക് അനാവശ്യമായ റോസ്റ്റ് ചെയ്യാനോ എല്ലാ ആഴ്ചയും വന്ന് വെറുതെ ഒരു കാര്യമില്ലാതെ കണ്ടസ്റ്റൻസിനെയൊക്കെ അങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് കുറച്ച് ഹൈപ്പ് ഉണ്ടാക്കാം എന്ന് കരുതി വരുന്ന ആൾക്ക് ഈ പ്രാവശ്യം പ്രത്യേകിച്ച് റോസ്റ്റിങ്ങിനുള്ള അവസരങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ നടന്നുകൊണ്ടിരുന്ന ആഴ്ച എന്ന് പറയുന്നത് ഫാമിലി വീക്ക് ആയിരുന്നു. അതുകൊണ്ട് റോസ്റ്റ് ചെയ്യാനൊന്നും ഉണ്ടാകത്തില്ല. കുറച്ച് അഡ്വൈസും കാര്യങ്ങളും വരാൻ പോകുന്ന ആഴ്ചയിലെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളിൽ മികച്ച രീതിയിൽ ഗെയിം ചെയ്യാനൊക്കെയുള്ള അഡ്വൈസും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും. അപ്പം ജെഫ്രി അതുപോലെ തന്നെ അൻഷിത എന്നിവരുടെ എവിക്ഷനോടുകൂടി 12ാമത്തെ ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 3 ആഴ്ചകൾ കൂടിയേ ഉള്ളൂ ടിക്കറ്റ് ടു ഫിനാലെ വരാൻ പോകുന്നു. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.